നമസ്കാരം. അറബിക്കടലിൽ സിംഗപ്പൂർ ചരക്കപ്പലായ വാൻഹായ് 503 തീപിടിച്ചുണ്ടായ ദുരന്തത്തിന്റെ ആഘാതം നിലവിൽ കേരളത്തെ കാര്യമായി ബാധിക്കാനിടയില്ലെന്ന് കേന്ദ്ര സർക്കാർ. കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ തമിഴ്നാട്, ശ്രീലങ്ക തീരങ്ങളിലാണ് കൂടുതലായും അടിയാൻ സാധ്യത. കേരള തീരത്ത് സാധ്യത കുറവാണ്. എന്നാൽ അതേസമയം സാധ്യത തീരെ തള്ളിക്കളയാനും സാധിക്കില്ല. കണ്ടെയ്നറുകൾ കൂടുതലായി തീരത്തെത്താത്തതുകൊണ്ടുള്ള അപകടം കേരളത്തിന് കുറഞ്ഞിരിക്കുമെന്നേയുള്ളൂ. കപ്പലിൽ നിന്ന് മാരകമായ രാസവസ്തുക്കൾ കടലിൽ കലർന്നതുകൊണ്ട് പിന്നീടുണ്ടാകുന്ന ആഘാതങ്ങൾ ഇപ്പോൾ വിലയിരുത്തിയിട്ടില്ല. കേന്ദ്ര ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ശ്യാം ജഗന്നാഥ്, ഷിപ്പിംഗ് സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ എന്നിവർ ചൊവ്വാഴ്ച കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചീഫ് സെക്രട്ടറിമാരും ദുരന്ത നിവാരണ അതോറിറ്റികളുടെയും പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. അതിലാണ് ഇക്കാര്യം അറിയിച്ചത്. ദുരന്തത്തെ പറ്റിയുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ ഔദ്യോഗികമായി സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ നടക്കുന്ന യോഗമാണിതെന്നാണ് വിശദീകരണം. ബുധനാഴ്ചയോടെ കണ്ടെയ്നറുകൾ തീരത്തടുക്കാൻ തുടങ്ങുമെന്നാണ് വിലയിരുത്തൽ. 2 ആഴ്ച മുൻപ് MSC എൽസ 3 കപ്പൽ മറിഞ്ഞപ്പോൾ സംസ്ഥാനത്തിന് നേരിട്ടുണ്ടായ ആഘാതം ഇപ്പോഴത്തെ കപ്പൽ ദുരന്തം വഴി ഉണ്ടാകില്ലെന്ന വിലയിരുത്തലിന്റെ ആശ്വാസത്തിലാണ് സർക്കാർ. അതേസമയം കേരള തീരത്ത് അപകടമുണ്ടായ ചരക്കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമവും തുടരുകയാണ്. കപ്പലിൽ അപകടകരമായ ചരക്കിന്റെ സാന്നിധ്യം സുരക്ഷാ ആശങ്ക ഉയർന്നതായി കോസ്റ്റ് ഗാർഡ് അധികൃതർ പറഞ്ഞു. തീയണക്കൽ യത്നത്തിൽ കോസ്റ്റ് ഗാർഡും നാവികസേനയും പങ്കാളികളാണ്. അതേസമയം കപ്പൽ ചരിയുന്നതും മുങ്ങുമെന്ന സൂചനയും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നു. കണ്ടെയ്നറുകൾ കടലിലേക്ക് മറിയുകയാണ്. കപ്പലിന്റെ മധ്യഭാഗത്തും കണ്ടെയ്നർ ബെയിലുമാണ് തീയാളുന്നത്. കപ്പലിൽ നിന്നുള്ള തീയും പുകയും കാരണം ഒരു പരിധിക്കപ്പുറം ദൗത്യസേന അംഗങ്ങൾക്ക് അതിനടുത്തേക്ക് പോകാനാകാത്ത സ്ഥിതിയുണ്ട്. തിങ്കളാഴ്ച രാവിലെ ആരംഭിച്ച തീയണക്കൽ 3-ാം ദിവസം തുടരുകയാണ്. നിയന്ത്രണാതീതമായ വിധത്തിൽ തീ ആളുന്നതും ഇടയ്ക്കുള്ള പൊട്ടിത്തെറിയുമാണ് രക്ഷാപ്രവർത്തനത്തിൽ വലിയ പ്രതിസന്ധിയാകുന്നത്. തീപിടിച്ച് പഴുത്തിരിക്കുന്ന കപ്പലിന്റെ വശങ്ങൾ, ബങ്കർ ടാങ്കിലെ ഇന്ധനം, കണ്ടെയ്നറുകളിലുള്ള 32 ടൺ ആൽക്കഹോൾ അടങ്ങിയ നൈട്രോസെല്ലുലോസ് വാൻഹായ് കപ്പൽ രക്ഷാപ്രവർത്തനത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നതായി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. വശങ്ങൾ തണുപ്പിക്കാതെ കപ്പലിൽ ടോവിംഗ് ലൈൻ ഘടിപ്പിക്കാനോ കെട്ടിവലിക്കാനോ സാധിക്കില്ല. വെള്ളവും പതയും കപ്പലിന്റെ മുൻവശത്തും പിന്നിലും ശക്തമായി പമ്പ് ചെയ്ത് തണുപ്പിക്കാനുള്ള ശ്രമമാണ് ഇന്നലെ രക്ഷാപ്രവർത്തകർ പ്രധാനമായി നടത്തിയത്. ആലപ്പുഴ തീരക്കടലിൽ 3 ആഴ്ച മുൻപ് മുങ്ങിയ ലൈബീരിയൻ കപ്പൽ MSC എൽസ 3 സാൽവേജ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന TNT സാൽവേജിനെ തന്നെയാണ് വാൻഹായ് ദൗത്യവും ഏൽപ്പിച്ചിരിക്കുന്നത്. തീ കെടുത്തുക, കപ്പൽ അപകടകരമായ വിധം കരയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഉൾക്കടലിൽ സുരക്ഷിത മേഖലയിലേക്ക് കെട്ടിവലിക്കുക, ഒഴുകുന്ന കണ്ടെയ്നറുകൾ കടലിൽ വെച്ച് തന്നെ സുരക്ഷിതമായി നീക്കുക എന്നിവയ്ക്കാണ് സാൽവേജ് പ്രവർത്തനങ്ങളിൽ പ്രാമുഖ്യം നൽകുന്നത്. കോസ്റ്റ് ഗാർഡ് യാനങ്ങളായ സമുദ്രപ്രഹരി, സമർത്ത്, സജേത് എന്നിവയും നാവികസേന കപ്പലായ INS സത്ലജുമാണ് ഇന്നലെ രാവിലെ മുതൽ തീകെടുത്തൽ ദൗത്യത്തിനുണ്ടായിരുന്നത്. ഓഫ്ഷോർ സപ്ലൈ യാനങ്ങളായ ഓഫ്ഷോർ വോറിയർ, ട്രൈറ്റൺ, ലിബർട്ടി എന്നിവയും കപ്പലുകളെ കെട്ടിവലിച്ച് നീക്കാനാകുന്ന ടോവിംഗ് വെസൽ വാട്ടർ ലിലിയും രക്ഷാപ്രവർത്തനത്തിന് സജീവമായി. കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും ഡോണിയർ വിമാനങ്ങൾ മേഖലയിൽ പലവട്ടം നിരീക്ഷണ പറക്കൽ നടത്തി. തിങ്കളാഴ്ച രാത്രി മുഴുവൻ ഏറെ ദുഷ്കരമായ അന്തരീക്ഷവും വെളിച്ചക്കുറവുമെല്ലാം അതിജീവിച്ചാണ് കോസ്റ്റ് ഗാർഡ്, നാവികസേന അംഗങ്ങൾ തീയണക്കലിൽ ഏർപ്പെട്ടത്. അതിമർദ്ദത്തിൽ വെള്ളവും തീ കെടുത്താനുള്ള പതയും ചീറ്റിയാണ് ജീവൻ പണയപ്പെടുത്തിയുള്ള ദൗത്യസേനയുടെ പോരാട്ടം. നാവികസേനയുടെ INS സത്ലജാണ് കാണാതായ 4 കപ്പൽ ജീവനക്കാർക്കായി തിരച്ചിൽ നടത്തുന്നത്. 18 നാവികരെ രക്ഷപ്പെടുത്തി മംഗളൂരുവിൽ എത്തിച്ച INS സൂറത്തും രക്ഷാദൗത്യത്തിനായി തിരിച്ചെത്തിയിട്ടുണ്ട്. കൂടാതെ തീരസേനയുടെ ഡോണിയർ വിമാനം വ്യോമ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇതിൽ നിന്നുള്ള വിവരം ലഭിച്ചാലേ കപ്പലിൽ നിന്ന് എണ്ണപ്പാട ഉണ്ടായിട്ടുണ്ടോ എന്നറിയാനാകൂ എന്ന് ഡിഫൻസ് PRO അതുൽ പിള്ള കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രക്ഷപ്പെടുത്തിയ ജീവനക്കാർ മംഗളൂരു ഹോട്ടലിലും പരിക്കേറ്റവർ ആശുപത്രിയിലുമാണുള്ളത്. 18 കപ്പൽ ജീവനക്കാരുമായി നാവികസേനയുടെ കപ്പൽ INS സൂറത്ത് തിങ്കളാഴ്ച രാത്രി 10:45 മംഗളൂരു പണമ്പൂരിലെ തുറമുഖത്തെത്തിയത്. ലു യാൻലി, സോണിത റുഹേനി എന്നിവർക്കാണ് ഗുരുതര പരിക്കേറ്റത്. 4 പേർക്ക് നിസ്സാര പരിക്കുണ്ട്. തിങ്കളാഴ്ച രാവിലെ 9:20 കണ്ണൂർ അഴീക്കലിൽ നിന്ന് 44 നോട്ടിക്കൽ മൈൽ അകലെയാണ് സിംഗപ്പൂരിന്റെ MV വാൻഹായ് 503 എന്ന ചരക്കപ്പലിന് തീപിടിച്ചത്. കടലിൽ തീപിടിച്ച കപ്പലിലുണ്ടായിരുന്നത് 2 ആഴ്ച മുമ്പ് മുങ്ങിത്താഴുന്ന കപ്പലിലുണ്ടായിരുന്നതിനേക്കാൾ മാരകമായ വസ്തുക്കളാണ്. വിവിധ രാജ്യങ്ങളിൽ നിരോധനമുള്ള കീടനാശിനികളും അനുബന്ധ വസ്തുക്കളും വലിയ തോതിൽ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു. ഇവയിൽ പലതും പെട്ടെന്ന് തീപിടിക്കുന്നതും മനുഷ്യർക്കും ഇതര ജീവജാലങ്ങൾക്കും ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവയുമാണ്. അപകടകരമായ വസ്തുക്കളുടെ പട്ടിക ചൊവ്വാഴ്ച രാവിലെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ടത്. ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ് അംഗീകരിച്ച പട്ടിക ചീഫ് സെക്രട്ടറിയുടെ അംഗീകാരത്തോടെ പുറത്തുവിടുകയായിരുന്നു. 157 കണ്ടെയ്നറുകളിലെ വസ്തുക്കളുടെ വിവരങ്ങളാണ് പട്ടികയിൽ. പല കീടനാശിനികൾക്കും അനുബന്ധ രാസവസ്തുക്കൾക്കും വിവിധ രാജ്യങ്ങളിൽ നിരോധനമുണ്ട്. നിരോധനമില്ലാത്ത രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയതാകാം ഇതിൽ പലതുമെന്നാണ് നിഗമനം.